7 മണിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് 8:30 ട്രെയിനിൽ കയറി പിറ്റേ ദിവസം രാവിലെ പളനി എത്തിയ ഒരു കഥയാണ്. ടിക്കറ്റ് കോസ്റ്റ് 175 rupees. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 7 മണിയായപ്പോൾ നമ്മൾ പളനി എത്തിയിരിക്കുകയാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതും കുറേ കുതിരവണ്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും തോന്നി കുതിരവണ്ടിയിൽ പോകാൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പളനി ടെമ്പിൾ ഏകദേശം 3 കിലോമീറ്റർ ആണുള്ളത്. അതിനാകെ 100 രൂപ വാങ്ങി. ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. അങ്ങനെ പളനി ടെമ്പിൾ എത്തിയ ശേഷം ആദ്യം ഞാൻ ചെയ്തത് ഒരു നല്ല സ്ട്രോങ് കോഫി കുടിക്കുക എന്നതാണ്. കാരണം തലേന്ന് ഒരുപോലെ ഉറങ്ങിയിട്ടില്ല. പിന്നെ 1 മണിക്കൂറത്തേക്ക് 200 രൂപയ്ക്ക് ഒരു റൂം എടുത്ത് ഫ്രഷ് ആയി കുറച്ച് മുല്ലയൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളി പൂരി മസാലയും കഴിച്ച് ഇറങ്ങി. ഫ്രഷ് ആവാൻ ഒരുപാട് കോമൺ ബാത്റൂംസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. മെയിൻ എൻട്രൻസ് ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രിക് വണ്ടികളുണ്ട്. സോ ഒന്നിൽ കയറി ഞാൻ നേരെ റോപ്പ് വേയിൽ എൻട്രൻസിലേക്ക് പോയി. ടെമ്പിളിൽ കയറി തൊഴുതിറങ്ങാൻ എനിക്ക് ഏകദേശം 4 മണിക്കൂർ എടുത്തു. അത്രയ്ക്ക് ക്യൂ ഉണ്ടായിരുന്നു. റോപ്പ് വേയിൽ കയറുമ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നോ ഫോട്ടോസോ വീഡിയോ. ഇത് ഞാൻ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരാൻ നേരത്തെ കണ്ട കാഴ്ചയാണ്. ദിസ് ഇസ് ദ വ്യൂ ഓഫ് പളനി സിറ്റി. ഇതും അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു കരിമ്പിൻ ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി കഴിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അടുത്ത ഞാൻ ചെയ്തത് ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. ഞാൻ അവിടെ നിന്ന് പൊള്ളാച്ചിക്ക് ബസ് കയറി. പാലക്കാട് പോവുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ പളനിയിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് എത്താൻ എനിക്ക് ഏകദേശം 3-3.5 മണിക്കൂർ എടുത്തു. അവസാനം ഞാൻ പാലക്കാട് എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ്. പിന്നെ ഒരു കടയിൽ കയറിയത് ഈ കാളെന്ന് പറഞ്ഞ സംഭവം ട്രൈ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ എന്തിനാ ഞാൻ പാലക്കാട് വന്നതെന്ന് ആലോചിച്ച് തിരിച്ച് വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ബൈ.